അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം ആവില തേങ്ങ നിറച്ചതാണ്. അത് പഴം പൊരിയായിട്ട് എടുക്കുകയാണ്. അതിന് ഒരു സ്പൂൺ വെള്ളത്തിലോട്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് അത് ഒന്ന് കുറുക്കി അതിനകത്തിലോട്ട് തേങ്ങ, കുറച്ച് തേങ്ങ അതിലോട്ട് ചേർക്കുകയാണ്. അതിൽ വെള്ളം വറ്റുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു കപ്പ് അവല്, തേങ്ങയും അവലും പഞ്ചസാരയ്ക്കകത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒരു 10 ഉണക്കമുന്തിരിങ്ങ ഇതിനകത്ത് ഇടുകയാണ്. അതും ഇതിനകത്ത് ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. തേങ്ങയ്ക്കകത്ത് പഞ്ചസാരയുടെ വെള്ളം നല്ലതുപോലെ വരട്ടിയെടുക്കണം. ഒരു നുള്ള ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. ഇനി ഇത് ഏത്തപ്പഴത്തിൻ്റെ പുറത്ത് പറ്റാനുള്ള ഫില്ല് ചെയ്യുമ്പോൾ അവലെല്ലാം അതിനകത്ത് എടുത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിന് പറ്റാനുള്ള മൈദമാവാണ്. അതിനൊരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. രണ്ട് സ്പൂൺ പഞ്ചസാര, ഇതൊന്ന് കലക്കണം. കട്ടിയായിട്ട് ഇരിക്കരുത്, ഒത്തിരി അയഞ്ഞിരിക്കരുത്. അതേ ഫില്ല് പിടിക്കത്തക്കവണ്ണം കലക്കണം. അതേ ലൂസ് ആകാവൂ. ഞാൻ 2 ഏത്തപ്പഴമാണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഏത്തപ്പഴം നടുവേ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊളത്ത് വേണം. അതിനകത്ത് ഫില്ലിങ് ചെയ്യുകയും വേണം. ഫില്ല് ചെയ്യാൻ പരുവത്തിന് കുഴപ്പത്തുള്ളൂ. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന അവല്, തേങ്ങായും മുന്തിരിങ്ങായും പഞ്ചസാര എല്ലാം ഉള്ള ഫില്ല് ഇറക്കിയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഏത്തക്കായ്ക്കകത്ത് ഇങ്ങനെ അവലും എല്ലാം കൂടെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഈ മാവ് മാവിനകത്ത് ഇങ്ങനെ പുരട്ടി ചൂടായി ഓയിലെടുത്ത് വെച്ചിരിക്കുന്നു. ഓയിലിനകത്തോട്ട് തിരിച്ച് മറിച്ച് വിട്ടിങ്ങനെ മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂക്കട്ടെ. തീ കുറച്ചിട്ട് വേണം, കരിഞ്ഞു പോവുകയാണെങ്കിൽ. അപ്പോൾ അവൽ നിറച്ചത് റെഡി. നിങ്ങളെല്ലാവരും ഇതും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള വൈകിട്ടത്തെ 4 മണി പലഹാരമാണിത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.